ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ സെന്റൻസ്. കണ്ടീഷണൽ സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുന്നത് അവൻ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ, ഇവളൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ, അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഇഫ് എന്നൊരു വേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ നമ്മൾ എങ്കിൽ എന്നൊരു വേർഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇഫ് ഉപയോഗിക്കുന്നത്. കണ്ടീഷൻ സെന്റൻസിൽ ഒരു കണ്ടീഷൻ സെന്റൻസിൽ രണ്ട് സെന്റൻസ് ഉണ്ടാവും, രണ്ട് പാർട്ട് ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഒരു കംപ്ലീറ്റ് മീനിങ് തന്നിട്ടുണ്ടാവില്ല, എന്നാൽ മറ്റൊരു പാർട്ടിൽ നമുക്ക് പൂർണ്ണമായ ഒരു അർത്ഥം തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായി അർത്ഥം തന്ന പാർട്സിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അതിനെ ആ മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്സ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നു, അഥവാ ഇഫ് ക്ലോസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായി നമുക്ക് അർത്ഥം വരുന്നുണ്ട്. ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും, അതുകൊണ്ട് തന്നെ ഇത് മെയിൻ ക്ലോസ് ആണ്. അതിന് ഞാൻ ഇവിടെ എംസി എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് റെയിൻസ് അവിടെ നമുക്കൊരു പൂർണ്ണമായ ഒരു മീനിങ് തരുന്നില്ല, പക്ഷെ ഈ ഒരു മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് ഇതിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 4 ടൈപ്സ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ അഥവാ പ്രോബബിൾ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷണൽ അഥവാ പ്രോബബിൾ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷണൽ ഓർ ഇംപ്രോബബിൾ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷണൽ ഓർ ഇംപ്രോബബിൾ കണ്ടീഷൻ. തേർഡ് കണ്ടീഷണൽ ഓർ ഇംപോസിബിൾ കണ്ടീഷൻ. തേർഡ് കണ്ടീഷണൽ ഓർ ഇംപോസിബിൾ കണ്ടീഷൻ. ലാസ്റ്റ് സീറോ കണ്ടീഷണൽ സെന്റൻസ്. അങ്ങനെ 4 ടൈപ്സ് ആയിട്ടാണ് കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷണൽ അഥവാ പ്രോബബിൾ കണ്ടീഷൻ. ഇവിടെ നമ്മൾ ഫോർമുല ആയിട്ട് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇഫ് ക്ലോസ്, മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസിൽ വെർബിന്റെ V1 ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോ V1 ഫോം ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ മേ ഓർ ക്യാൻ ഇവ പ്ലസ് V1 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ചില ടൈമിൽ PSC എക്സാം ടൈമിൽ ഇത് നമുക്ക് നൽകും, മെയിൻ ക്ലോസ് നൽകും, ഇവിടെ ബ്ലാങ്ക് ഇടും. അപ്പോൾ നമ്മൾ ഇത് കണ്ടിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ V1 ഫോം നമ്മൾ എഴുതണം. ചില ടൈമിൽ ഇത് തരും, നമ്മൾ ഇവ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിനു പുറമെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധ്യത തരുന്ന, കുറച്ചുകൂടി സാധ്യത അല്ലെങ്കിൽ പോസിബിലിറ്റി നൽകുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇവ യൂസ് ചെയ്യുക. ഇവിടെ നോക്കാം. ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷീ വിൽ കം. നീ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ വരും. അതായത് അവിടെ ഒരു സാധ്യതയുണ്ട്, അവിടെ ഇപ്പൊ വേണമെങ്കിൽ അയാൾക്ക് അവളെ ക്ഷണിക്കാം. ആ ഒരു പോസിബിലിറ്റി അവിടെ നൽകുന്നുണ്ട്. അതുപോലെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അവന് വേണമെങ്കിൽ ഇപ്പൊ അവിടെ പഠിക്കാം, അവന് പാസ് ആവാം. അവിടെ ഒരു സാധ്യത നൽകുന്നുണ്ട്. ഇഫ് യു ഹെൽപ്പ് ഹെർ ഷീ വിൽ ഹെൽപ്പ് യു. നീ അവളെ സഹായിച്ചെങ്കിൽ അവൾ നിന്നെ സഹായിക്കും. അവിടെ എന്താണ് ഹെൽപ്പ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കണ്ടീഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിയൽ സിറ്റുവേഷൻസ് ആണ്. നമുക്കൊന്നും കൂടി പറയാം. ഇക്വേഷൻസ് ഇഫ് ക്ലോസിൽ V1 ഫോം ആയിരിക്കും വെർബിന്റെ, എന്നാൽ മെയിൻ ക്ലോസിൽ ഈ V1 ഫോം വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല്. അതിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഇവ മാറ്റാം. അതായത് ഷാൽ യൂസ് ചെയ്യാം, മേ യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം. അപ്പൊ വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1 അല്ലെങ്കിൽ മേ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് കണ്ടീഷണൽ ഇംപ്രോബബിൾ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷണൽ അഥവാ ഇംപ്രോബബിൾ കണ്ടീഷൻ. പേര് പോലെ തന്നെ അധികം പോസിബിലിറ്റി ഇല്ല, എന്നാൽ തീരെ പോസിബിലിറ്റി ഇല്ലാതെ ഇല്ല. അതിന് ഒരു മീഡിയം ലെവലില്, പക്ഷെ ചാൻസ് കുറച്ച് കുറവുള്ള പോലെ. അവിടെ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ക്ലോസിൽ വരുന്നത് V2 ഫോം വെർബാണ്. അതായത് V2 ഫോം വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡ് ഫോം. ഡിഡ് പ്ലസ് V1 ആയിരിക്കും V2 എന്ന് പറയുക. അപ്പൊ ഒരു വെർബിന്റെ V2 ഫോം ആയിരിക്കും ഇഫ് ക്ലോസിൽ ഉണ്ടാവുക. എന്നാൽ മെയിൻ ക്ലോസിൽ അത് നേരെ, ഇപ്പൊ ഇത് പാസ്റ്റ് ആയതുപോലെ തന്നെ ഇതും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വില്ലായിരുന്നു. ഇവിടെ വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം ഇതെങ്ങനെയാണ് വുഡ് വന്നതെന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞു വില്ലിന്റെ പാസ്റ്റ് രൂപമാണ് വുഡ്, ഷാലിന്റെ പാസ്റ്റ് രൂപമാണ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്, മെയിന്റെ പാസ്റ്റ് ആണ് മൈറ്റ്. ഇവ നാലെണ്ണവും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച്
മാറ്റേണ്ടതാണ്. ഇതും പ്ലസ് V1 ഫോമുമാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളോട്ട് നോക്കാം. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷി വുഡ് കം. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷി വുഡ് കം. അതായത് നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഷി വുഡ് കം, അവൾ വരുമായിരുന്നു. കാരണം ഇപ്പൊ അത് നടക്കുന്ന കാര്യമല്ല, പാസ്റ്റിൽ നടന്നു. അതായത് അവൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു, ചെറിയൊരു ചാൻസേ ഉള്ളൂ. ഇഫ് യു ഹെൽപ്ഡ് ഹെർ ഷി വുഡ് ഹെൽപ്പ് യു. എന്താണ്? നീ അവളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അവൾ നിന്നെ ഹെൽപ്പ് ചെയ്തേനെ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, എവിടെയാണ് V2 ഫോം വരുന്നത്? ഇവിടെ ഇൻവൈറ്റിന്റെ V2 ഫോമായ ഇൻവൈറ്റഡ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് കം യൂസ് ചെയ്തു. ഇവിടെ ഇഫ് യു ഹെൽപ്ഡ്, നമുക്ക് ഈ ഹെൽപ്പ് കണ്ടാലാണ് നമ്മൾ വുഡ് ഹെൽപ്പ് എന്ന് നമ്മൾ എഴുതേണ്ടത്. അഥവാ എക്സാം ടൈമിൽ ചിലപ്പോൾ ഇവിടെ വുഡ് ഹെൽപ്പ് തരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അത് ഇറ്റ് സൈഡ് വരുന്നത് V2 ഫോം ഓഫ് വെർബ് ആയിരിക്കും എന്ന്. നമ്മൾ ഈ ഒരു സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ ഒരു ഇമാജിനറി ആയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പൊതുവെ. അതായത് ഒരു എക്സാമ്പിൾ, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇത് നമുക്ക് ഒരിക്കലും നടക്കില്ല. ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഞാൻ പറക്കുമായിരുന്നു. ഇത് ഒരിക്കലും അവിടെ നടക്കുന്നതല്ല, അൺറിയലായ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ഈ ഇംപ്രോബബിൾ കണ്ടീഷനായ സെക്കൻഡ് കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂൾസ് നോക്കുകയാണെങ്കിലും അത് കറക്റ്റ് ആണ്. ഇവിടെ V2 ഫോം ആണ്, ഇത് V2 ആണ്. ഈസിന്റെയും ആറും ഇവർ പ്രസന്റ് അല്ലേ? ഈ ആറിന്റെ V2 ഫോം, അതായത് പാസ്റ്റ് ഫോം ആണ് ഇവിടെ വെയർ. ഈ വെയർ വന്നത് കൊണ്ട് തന്നെ വുഡ് ഫ്ലൈ വുഡ് പ്ലസ് V1 ആണ് ഇവിടെ വന്നത്. പക്ഷെ സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ടെൻസ് പഠിക്കുമ്പോൾ ഐയോടൊപ്പം വാസേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ഇമാജിനറി സിറ്റുവേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഐയുടെ ഒപ്പം വേറെ വരുള്ളൂ. ആ ഒരു എക്സാമ്പിൾ നന്നായി നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യുന്നു തേർഡ് കണ്ടീഷൻ അഥവാ ഇംപോസിബിൾ കണ്ടീഷൻ. പേര് പോലെ തന്നെ ഇംപോസിബിൾ, ഒരിക്കലും സാധ്യതയില്ലാത്ത, ഒരിക്കലും ചാൻസ് ഇല്ലാത്ത, അവിടെ നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. അത്തരം കണ്ടീഷനാണ് ഇംപോസിബിൾ കണ്ടീഷൻ. അതിന്റെ ഫോർമുലയാണ് ഹാഡ് പ്ലസ് V3. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 അഥവാ ടെൻസ് പഠിച്ചവർക്ക് മനസ്സിലാവും. ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമുലയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർത്തേക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ഫോം, അതായത് ഹാഡ് പ്ലസ് V3 ഇഫ് ക്ലോസിൽ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡിന്റെ ഒപ്പം പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും. വുഡ് ഓർ ഷുഡ്, കുഡ് ഓർ മൈറ്റിന്റെ ഒപ്പം ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് രൂപമായിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് ഹർ ഷി വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇവിടെ നമുക്ക് ഡിസ്കസ്, ഇവിടെ കണ്ടോ ഹാഡ് പ്ലസ് V3, ഹാഡ് ഇവിടെ ഹെൽപ്ഡ് വന്നു. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് ഹെൽപ്ഡ്. Second example, if you had invited her, she would have come. അതായത് നിങ്ങൾ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു. അവിടെ ഒരിക്കലും ഒരു ചാൻസ് ഇല്ല. ഒരു 5-6 വർഷം മുന്നുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ ചിലപ്പോൾ അവിടെ പറയുന്നത്. അവിടെ ഒരിക്കലും അവിടെ ക്ഷണിക്കാനും പറ്റില്ല, അവിടെ വരിക എന്നൊരു സാധ്യതയുമില്ല. ഒരു ഇംപോസിബിൾ ആണ്. അങ്ങനത്തെ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടോ ഹാഡ് പ്ലസ് V3, ഹാഡ് ഇൻവൈറ്റഡ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. ഇവിടെ ചിലവർക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം, കം എന്ന് പറയുന്നത് V1 ആണ്. കം V1, V2 കെയിം, V3 കം തന്നെയാണ്. അപ്പോൾ ഈ കം എന്ന് പറയുന്നത് V3 ഫോം ഓഫ് വെർബ് ആണ്. ഇപ്പോൾ അത് ഇത്തരം സിറ്റുവേഷൻസ്, അതായത് ഇംപോസിബിൾ ആയ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് കണ്ടീഷനാണ് സീറോ കണ്ടീഷൻ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു കണ്ടീഷന്റെ ഒരു സ്വഭാവം അത് കാണിക്കുന്നില്ല. ഇത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഒരു ജനറൽ ട്രൂത്ത്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോമൺ ഫാക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മളിപ്പോ ഇത്രയും നേരം നോക്കിയ പോലെ കണ്ടീഷൻ ആയിട്ട് വരുന്നില്ല. ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിംഗിൾ പ്രസന്റ് ടെൻസിനെ വെർബ് ഫോം ആണ് യൂസ് ചെയ്യാം. സിമ്പിൾ പ്രസന്റ് നമുക്ക് അറിയാം, ഡു ഓർ ഡസ് ഫോം ആണ് വെർബ് പ്ലസ് V1 ആണ് യൂസ് ചെയ്യുക.
ഡു യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഒപ്പം, അതായത് ഐ, യു, ദേ, വി അവയോടൊപ്പം ഡു ഫോം, അതായത് V1 ഫോം യൂസ് ചെയ്യുന്നു. ഡസ് ഫോം ഹി, ഷി, ഇറ്റ് അതർ സിംഗുലർ സബ്ജക്റ്റിന്റെ ഒപ്പം ഡസ് ഫോം യൂസ് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കോമൺ ആയി നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും സീറോ കണ്ടീഷനിൽ സിമ്പിൾ പ്രസന്റ് ഫോം ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. If you heat ice, it melts. If you heat ice, it melts. ഐസ് ചൂടാക്കുകയെങ്കിൽ അത് മെൽറ്റ് ആവും, ഉരുകും എന്നൊരു കോമൺ ആയ ഒരു ഫാക്ട് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഹീറ്റ് അത് ഡു ഫോം ആണ്, സിമ്പിൾ പ്രസന്റിലെ ഡു ഫോം ആണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് മെൽറ്റ്സ് ഇവിടെ ഇറ്റ് വന്നുകൊണ്ടാണ് ഇവിടെ ഡസ് ഫോം ആയ മെൽറ്റ്സ് വന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് വാട്ടർ റീച്ചസ്, വാട്ടറിന് നമ്മൾ സിംഗുലറായി യൂസ് ചെയ്യുന്നുണ്ട്, റീച്ചസ് ഡസ് ഫോം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ ഇറ്റ് ബോയിൽസ്, ബോയിലിന്റെ ഡസ് ഫോം ആയ ബോയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, സീറോ കണ്ടീഷൻ വെച്ചാൽ ഒരു കണ്ടീഷനും ഇല്ല, സിമ്പിൾ പ്രസന്റ് ഫോം ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 4 കണ്ടീഷണൽ സെന്റൻസസ് ആണ്. ഫസ്റ്റ് വൺ ഫസ്റ്റ് കണ്ടീഷണൽ ഓർ പ്രോബബിൾ കണ്ടീഷൻ, സെക്കൻഡ് വൺ സെക്കൻഡ് കണ്ടീഷണൽ or improbable condition, third conditional or impossible condition, last one zero conditional. നമുക്കിനി ഇവ ചുരുക്കത്തിലൊന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ if clause V1 form of verb ആയിരിക്കും, അഥവാ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും verb form. അപ്പോൾ മെയിൻ ക്ലോസിൽ will plus V1 ആയിരിക്കും മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യാം. സെക്കൻഡ് വണ്ണിൽ V2 ഫോം, അഥവാ ടെൻസ് പഠിച്ചവർക്ക് ടെൻസ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്ത് തരാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സിമ്പിൾ പാസ്റ്റ് ഫോം, നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചില്ലേ, ആ സിമ്പിൾ പാസ്റ്റ് ഫോം ആയിരിക്കും ഇഫ് ക്ലോസിൽ. ആ സമയത്ത് മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ഫോം ആയിരിക്കും, വുഡ് പ്ലസ് V1 ഫോം ആയിരിക്കും. 3 പ്ലസ് V3 അഥവാ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സബ് ക്ലോസിൽ വന്നാൽ, അഥവാ ഇഫ് ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞു സീറോ കണ്ടീഷൻ ആണ്, അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഇല്ല. രണ്ട് പാർട്ടിലും, അതായത് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഇന്നത്തെ എന്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എക്സർസൈസ് ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.